സുരേഷ് സാർ നമസ്കാരം. നമ്മുടെ നഗരസഭയുടെ അനാസ്ഥ കൊണ്ട് ജോയി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആമയിഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ആ പ്രതിഷേധങ്ങളെല്ലാം മേയർക്ക് നേരെ ആയിരുന്നെങ്കിൽ പോലും അന്ന് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ MP ആയിട്ടുള്ള ശശി തരൂർ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. ശശി തരൂർ വളരെ അപക്വമായിട്ടുള്ള ഒരു മറുപടിയാണ് അന്ന് തന്നതെന്ന് നമുക്ക് എല്ലാവരും കണ്ടതാണ്. കാരണം ഞാൻ വയനാടായിരുന്നു, വയനാട് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം KPCCയുടെ മീറ്റിംഗ് എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതെ പോയത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. ഒരു ധാർഷ്ട്യത്തിന്റെ സ്വഭാവമായിരുന്നു ശശി തരൂരിന് അന്ന് ഉണ്ടായിരുന്നത്. എനിക്ക് അവിടെ വന്നിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കണ്ടില്ലേ എന്നും ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു. വലിയ തിരിച്ചടി നേരിടുമെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ശശി തരൂർ ഇപ്പോൾ ഞാൻ ബാഴ്സലോണയാക്കും, തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ആക്കാനും ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷെ അതിന് തടയിട്ടത് LDF ആണെന്നും ശശി തരൂർ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. 2009 ബാഴ്സലോണ പുള്ളിക്കാരൻ സന്ദർശിച്ചിരുന്നുവെന്നും ജോർദി ഹാരിയോ അടക്കമുള്ള പ്രധാന നഗര കൗൺസിൽ അംഗങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നുവെന്നും പുള്ളിയുടെ അഭ്യർത്ഥന അനുസരിച്ച് നഗര കൗൺസിലിന്റെ അന്താരാഷ്ട്ര ബന്ധ വിഭാഗ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം, ബാഴ്സലോണൻ നയതന്ത്ര സംഘം അന്ന് തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നുവെന്നും. പക്ഷെ ഇതിനെല്ലാം തടയിട്ടത് ഇവിടെയുള്ള നഗരസഭയാണ്. അന്ന് LDF ആയിരുന്നു നഗരസഭ ഭരിച്ചിരുന്നത് എന്നുമാണ് ശശി തരൂരിന്റെ പുതിയ വാദം എന്ന് പറയുന്നത്. ഞാൻ ശശി തരൂരിന്റെ ഈ വാദം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിച്ചു, ഇവിടെ നിന്ന് കുറെ ആൾക്കാർ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചു. ടാഗോർ ഹാളിൽ ബാഴ്സലോണ സംഘത്തിന് സംഗീത ഗ്രൂപ്പിന്റെ മനോഹരമായിട്ടുള്ള വിരുന്നൊരുക്കി സംഗീത നിശ സംഘടിപ്പിച്ചു. അന്ന് മേയറും ബാഴ്സലോണിയൻ മേയറുമായി എണ്ണമറ്റ ഔദ്യോഗിക ആശയവിനിമയം നടത്തി എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാപ്പികുടി മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ശശി തരൂർ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഒരു വസ്തുതയാണോ ഇത്? അല്ലെങ്കിൽ ശശി തരൂരിന് തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണയാക്കി മാറ്റുമെന്ന് പറഞ്ഞ ശശി തരൂരിന് എന്തെങ്കിലും ആത്മാർത്ഥമായി ശശി തരൂരിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ ഈ ന്യൂസ് വന്നപ്പോൾ ABC മലയാളത്തിന്റെ ലിങ്ക് വന്നപ്പോൾ ഞാനൊന്ന് ശശി തരൂരിന്റെ ട്വിറ്ററിൽ പോയി നോക്കി. അങ്ങനെ എന്തോ ട്വീറ്റ് ചെയ്തിട്ട്, പക്ഷെ കർഷകത്തിന് അങ്ങനെ എന്നെ ഒരു 4 കൊല്ലം മുമ്പ് ബ്ലോക്ക് ചെയ്തു ട്വിറ്ററിൽ. ഞാൻ എത്രയും ചോദിച്ചിട്ടുണ്ട്, ഒരു പുസ്തകം എഴുതി കൂടെ ഭാര്യമാരെ എങ്ങനെ കൊല്ലുക എന്നുള്ള പറ്റിയിട്ട് ഒരു കോൺസെപ്റ്റ് ഞാൻ വെറുതെ കളിയാക്കി പറഞ്ഞതാകെ. അങ്ങേർക്ക് ദേഷ്യം എന്നെ ബ്ലോക്ക് ചെയ്തിട്ടു. പോട്ടെ, കുഴപ്പമില്ല. ആ കേസ് ഇനിയും നടക്കുന്നുണ്ട്, CBIയുടെ പിന്നെയും തുറന്നിട്ട്. പക്ഷെ നമുക്ക് അതല്ല കിടക്കുന്നത്. ഈ ബാർസലോണ എന്ത് പരിപാടിയാണ്? ഞാൻ തോന്നുന്നു എനിക്കുള്ള ഫുട്ബോൾ ടീമിനെ കൊണ്ടുവന്നെങ്കിൽ ചായ കുടിക്കുന്നതിനെക്കാട്ടും നല്ലൊരു കളി കണ്ടു പോകുമായിരുന്നു. എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരും മറന്നുപോയായിരുന്നു തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നത്തെ പറ്റിയിട്ട് എല്ലാത്തിനെയും പറ്റി. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു MPക്ക് ശരിയാണ്, എനിക്ക് എന്താ റോഡ്, ഞാനവിടെ വന്നിങ്ങനെ തോട്ടിലിറങ്ങി ഞാനും സ്ക്യൂബ ഡൈവേഴ്സിനും കൂടെ ഞാനും ഡൈവ് അടിക്കണം, അത് ചോദിച്ചില്ല, നന്നായി എന്തായാലും ചോദിച്ചത് ചോദിക്കാനിരുന്നത്. പക്ഷെ അങ്ങേര് പറഞ്ഞത് എന്താണ്, പക്ഷെ നമ്മൾ ഈ കാര്യം ഇത് ഇന്നല്ല തുടങ്ങിയത് ധനുഷ്, ഇത് കുറെ കാലം മുമ്പ് തുടങ്ങിയത്. 2012 ഒരു ന്യൂസ് ആർട്ടിക്കിൾ എൻ്റെ മുമ്പിലുണ്ട്. അതിൽ ഇങ്ങേര് പറഞ്ഞു, ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്റ്റോറിയാണ് അത്. പ്രൊഫസർ ചന്ദ്രൻ അങ്ങേരുള്ള സമയത്താണ് JN ബാബുവും ശശി തരൂരും തമ്മിൽ ഒരു അടി ഉണ്ടായിട്ട്, അതില് പ്രൊഫസർ J ചന്ദ്രൻ മേയർ ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അന്ന് ഓൾറെഡി തിരുവനന്തപുരത്ത് ഒരു ന്യൂഹാം എന്ന് പറഞ്ഞൊരു ലണ്ടനിലെ ബൊറോ എന്നാണ്, ലണ്ടന്റെ സബർബുള്ള ഒരു ടീം, ഒരു സിറ്റി ആയിട്ട് തിരുവനന്തപുരത്ത് ട്വിനിങ് ഉണ്ടായിരുന്നു. ഈ ട്വിനിങ് കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ താമസിക്കുന്ന ഹൈദരാബാദിൽ കുറെ ട്വിനിങ് അഗ്രിമെന്റ്സ് ഉണ്ട്. ഇത് IT തലസ്ഥാനമായിട്ട് IT കമ്പനികളായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് ഒരു ട്വിനിങ് ഉണ്ട്. ട്വിനിങ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മാലിന്യ ക്ലിയറൻസ് എടുത്തു, അല്ലെങ്കിൽ സാനിറ്റേഷൻ എടുത്തു, അല്ലെങ്കിൽ റോഡ് ക്ലിയറിംഗ് എടുത്തു, അങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് അവരെന്താ അവിടെ ചെയ്തത് അത് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതാണ് നോക്കേണ്ടത്, വേറെ ഒന്നുമില്ല ഇതിൽ. അത്ര വലിയ സയന്റിഫിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റോക്കറ്റ് സയൻസ് അല്ല ഇത്. പക്ഷെ നടന്നത് എന്താണ്, ഇതിനു മുമ്പ് നടന്ന ട്വിന്നിങ്ങിൽ എന്തെങ്കിലും നടന്നു? ശശി തരൂരിനെ നമുക്ക് സൈഡിൽ വെക്കാൻ തൽക്കാലം. ഈ ന്യൂഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് മേയർ, അവിടുത്തെ ഒരു മേയർ നമ്മുടെ ഇങ്ങേരെ വിളിച്ചിരുന്നു അങ്ങോട്ട്, പ്രൊഫസർ ജെ ചന്ദ്ര. പക്ഷെ അങ്ങേര് അവിടെ പോയില്ല. അങ്ങേര് ഒരു ജൂനിയർ ആയിട്ട് ഇങ്ങനെ ഒരു IAS ഓഫീസർ വിട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അതവിടെ ഔട്ട്, അത് ക്ലോസ് ആയി. പക്ഷെ അതിനേക്കാൾ പഴയ ഒരു ഇന്റർനെറ്റിൽ വേറൊരു കഥ നടക്കുന്നു. അത് പറഞ്ഞ തിരുവനന്തപുരം ഗാൽവെസ്റ്റ് എന്ന ഒരു ടെക്സസ് US ഒരു സിറ്റി ആയിട്ട് ട്വിനിങ് ചെയ്തത് 94. അപ്പൊ ആലോചിച്ചു എത്ര കൊല്ലായി, 94 ചെയ്തത്. അപ്പൊ ഇപ്പോഴും ഗാൽവെസ്റ്റിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒരു സിസ്റ്റർ സിറ്റി ആയിട്ട് അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ JN ബാബുവും മറ്റവരൊക്കെ അന്ന് മേയറായിരുന്നു ഇറങ്ങിപ്പോയ സമയത്ത് ഈ ഗാൽവെസ്റ്റൺ എന്നുള്ള സ്ഥലം നമ്മൾ ഈ പറഞ്ഞ മാതിരി അന്ന് ഗ്ലെൻ ക്യാമ്പൽ അങ്ങേരെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ളത്. പക്ഷെ ബാർസിലോണ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പോയില്ല. നമ്മളങ്ങനെ വെറുതെ ഒരു ട്വിൻ സിറ്റി ആക്കി നിങ്ങളങ്ങനെ ഇറങ്ങി പോണ്ട, നമ്മളൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് അവർ തുടങ്ങിയതാണ്.
പക്ഷേ ഈ വിട്ടുകൊടുക്കാത്ത കാരണം പറയുന്നത് അവർ കാറ്റലോണിയൻ ബ്ലഡ് എന്ന് പറയുന്നത് അവർ തല്ലുപിടിക്കാത്ത പാർട്ടികളാണ്. അവർ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ അവരുടെ ഫുട്ബോൾ ടീം അറിയാലോ. ശശി തരൂർ പറഞ്ഞ 11 പ്ലെയറിൽ 9 പേര് സ്പാനിഷ് ക്ലബിന്റെ അവർ മെയിൻ നാഷണൽ ടീമിലെ 9 പേരും വരുന്നത് ബാർസലോനയിൽ നിന്നാണ്. ഓക്കെ, അത് നമുക്ക് സൈഡിൽ വെക്കാം. പക്ഷെ ഈ കോൺട്രവേഴ്സി വരാൻ കാരണം എന്താണ്? ശശി തരൂർ എന്ത് ചെയ്തു? ശരി, ബാർസലോന ശരിയായില്ല, പോട്ടെ. തിരുവനന്തപുരത്ത് മെയിൻ പ്രോബ്ലം എന്താണ്? മാലിന്യം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ ബ്രഹ്മപുരത്തൊക്കെ കണ്ടതാണോ, നടന്നപ്പോൾ തീ പിടിച്ചപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നു. ഇന്നിപ്പോ ബ്രഹ്മപുരത്തിനെ പറ്റി ഒരു ഒറ്റ ആൾ മിണ്ടുണ്ട്. അവിടെ എന്താ നടന്നതെന്ന് ഒരു TV ചാനൽ പോയി. ഇപ്പൊ എല്ലാവരും അർജുന്റെ വീട്ടിലാണ് നടക്കുന്നത് അവിടെ ശിരൂരിന്റെ അടുത്ത്. ഈ മാലിന്യ പ്രശ്നം കേരളത്തെ പ്രോബ്ലം എന്താണ്? നമ്മുടെ ഏരിയയിൽ കൊണ്ട് കൊട്ടാൻ പാടില്ല ആരും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ വരുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് ബാനർ കെട്ടിത്തൂക്കി, നിങ്ങളവിടെ മാലിന്യം ഇടാൻ പാടില്ല. അത് പ്രോബ്ലം എന്താണ്? അവിടുന്ന് മാലിന്യം ഇറക്കി കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നവർ. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഹൈദരാബാദിൽ ജവഹർ നഗർ എന്ന സിറ്റിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരത്ത് പണ്ട് തുടങ്ങി വെച്ചൊരു ലാൻഡ് ഫിൽ സൈറ്റ് ഉണ്ട്. ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ഈ ഗാർബേജ് കൊണ്ടിട്ടിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ബയോമെഡിക്കലായിട്ട്. പക്ഷെ അത് നടന്നില്ല. അത് നടക്കുന്നുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് വന്ന ഗവൺമെന്റ് എല്ലാം ചെയ്ത് ഇപ്പൊ അവിടെ ഒരു പവർ പ്ലാന്റ് ഉണ്ട്. 7 തൊട്ട് 8 മെഗാവാട്ട് കറണ്ട് ഉത്പാദിക്കും ഈ ഗാർബേജ്. തിരുവനന്തപുരത്തെ പ്രോബ്ലം ഇതാണ്. തിരുവനന്തപുരം എന്നല്ല, നമ്മൾ തൃശ്ശൂരായാലും കേരളത്തിലെ ഏതെന്നാ, കൊച്ചിയിടത്തോളം കൊച്ചിയിൽ വലിയ വലിയ അപ്പാർട്ട്മെന്റ് മുകൾക്ക് സെപ്റ്റിക് ടാങ്കിലാണ് നടക്കുന്നത് ധനുഷൻ. ഈ ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും നോക്കാം, അവിടെ വലിയ വലിയ കോംപ്ലക്സ് നമുക്ക് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ഇല്ല. അപ്പൊ ഈ മേയർമാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഈ MP മാരോ എന്താ ചെയ്യുന്നത്? ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇവരുടെ എന്താണ് ഇവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഇങ്ങനെ തല്ലുപിടിച്ച് ഞാൻ ബാർസലോണയെ കൊണ്ടുവന്നു, നിങ്ങൾ ഗാൽവെസ്റ്റനെ കൊണ്ടുവന്നു, ഇന്ന് ഞങ്ങളെന്ത് ചെയ്തു, നിങ്ങളെന്ത് ചെയ്തു എന്നുള്ള അടിയുള്ളത്. അപ്പൊ ശിവൻകുട്ടി എന്നോട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നത് ഇതും ഒരു പഴയ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിട്ട് ശശി തരൂരിന് ഒരു സെൽഫിഷ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ആൾ ഈ പരിപാടി തുടങ്ങി വെച്ചായിരുന്നു. എന്നാൽ അതിനകത്ത് ഒരു കോൺട്രാക്ട് കൊടുന്ന് ആ കോൺട്രാക്റ്റിൽ ഒരു കാശ് ഉണ്ടാക്കാന്നുള്ള ശശി. പക്ഷെ അതേ സമയത്ത് ഇവരൊക്കെ ചോദിക്കുന്നത് ശശി തരൂർ ബാക്കി എന്ത് ചെയ്തു, വെടിഞ്ഞത്തിന് എന്ത് ചെയ്തു, അന്ന് ഇപ്പോഴത്തെ പഴയ സ്റ്റോറി ആയിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് എന്ത് ചെയ്തു, റോഡുകളെ പറ്റി എന്ത് ചെയ്തു, അയാൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ ശശി തരൂരിനെ ഇതിൽ തെറ്റ് പറയുന്നില്ല. എന്താ പറയുക, അങ്ങേർക്ക് ഒരു ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് സമ്മതിക്കാണ്ട് പറ്റില്ല. അങ്ങേര് പണ്ട് UN ഉണ്ടായിരുന്നു, കുറെ പേര് അറിയാം, നല്ല ഇംഗ്ലീഷ് പറയും. കുറച്ച് പേർക്ക് ആ ഇംഗ്ലീഷ് മനസ്സിലാവാനില്ല, എനിക്കെന്നെ മനസ്സിലാവില്ല അങ്ങനെ ഇംഗ്ലീഷ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ ട്വിൻ സിറ്റി കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ ശരി പോട്ടെ, ബാർസലോന കഴിഞ്ഞു, അതിന് ഗാൽവെസ്റ്റൺ കഴിഞ്ഞു, അതിന് ന്യൂ ഹാം കുറെ സ്ഥലങ്ങളിൽ ട്വിൻ ഉണ്ടായിരുന്നു, ഒന്നും വർക്കൗട്ട് ആയില്ല. പക്ഷെ തിരുവനന്തപുരത്തെ പ്രോബ്ലം എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം? ഞാൻ ധനുഷ പറയട്ടെ, ഈ മഴക്കാലം കഴിഞ്ഞത് പിന്നെയും മറക്കും. പിന്നെ അടുത്ത പ്രാവശ്യം ഒരാൾ പോയി പിന്നെയും ആ തോട്ടിൽ വീണ് മരിക്കുമ്പോൾ അപ്പോഴായിരിക്കും പിന്നെയും കഥ പുറത്തേക്കുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് ആയിരിക്കും. ഇത് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ല നോക്കുന്നത്. ഒരു തമ്പാനൂർ മഴ പെയ്ത തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മൊത്തം വെള്ളത്തിലാവും. എന്താ എൻ്റെ കാര്യം? എൻ്റെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് വർക്ക് ചെയ്യില്ല. ഓക്കെ, ശരിയാണ്, ഹൈദരാബാദിൽ അതേ പ്രോബ്ലം ഉണ്ട്. ബിക്കോസ് 431 കൊല്ലം പഴക്കമുള്ള സിറ്റിയാണ് ഹൈദരാബാദ്. അന്ന് നിസാമിന്റെ സമയത്തിട്ട ബ്രിട്ടീഷുകാരുടെ സമയത്തിട്ട അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ആണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷെ കുറെ സ്ഥലത്ത് മാറ്റിയത്, പൈപ്പുകളൊക്കെ മാറ്റി പുതിയ പൈപ്പുകളായിട്ട്. നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ MP ആവട്ടെ ആരായാലും ആവട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു സിറ്റിസൺ ആയിട്ട് നമ്മൾ നോക്കണം. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇവൻ എറണാകുളത്തും അതെ, നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എറണാകുളത്തെ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷൂസൊക്കെ കയ്യിൽ അഴിച്ചു പിടിച്ച് നടന്ന് ബസ്സിൽ കയറി ഞാൻ കയറിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രോബ്ലം. സോ നമ്മൾ ബേസിക്കലി ശശി തരൂർ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് അടിയുണ്ടാക്കേണ്ടത്. ശശി തരൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരി, നിങ്ങൾ പറഞ്ഞു ബാർസലോന പോയി കണ്ടില്ല, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ നോക്കാം. അവിടെ ബാർസലോനയിൽ നടന്ന മാലിന്യം, അവിടുത്തെ സാനിറ്റേഷൻ ഇഷ്യൂ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തത് അത് കണ്ടുപിടിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ഹൈദരാബാദിൽ സാനിറ്റേഷൻ, നമ്മുടെ ഈ ഗാർബേജ് കൊണ്ടുപോകുന്ന ആൾക്കാർ എവിടെ ഡ്രൈയും വെറ്റ് ഗാർബേജും ഇങ്ങനെ കേരളത്തിലുണ്ടാകും. 2 കളറിലായിട്ട് അവർ ബോക്സ് ഉണ്ടാക്കി തന്നിട്ട് മുനിസിപ്പൽ കോർപ്പറേഷന് എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട് ഓരോരോ ഗാർബേജ് ബിൻ. അത് പിക്കപ്പ് ചെയ്യുന്ന ആൾക്ക് 50 റുപ്യ കൊടുക്കണം ഡെയിലി. അത് പ്രൈവറ്റ് ആണ്, കംപ്ലീറ്റ് പ്രൈവറ്റ് ആണ്. ഹൈദരാബാദിൽ അടിച്ചു വരുന്നത് തൊട്ട് ഗാർബേജ് ഡിസ്പോസൽ വരെ പ്രൈവറ്റ്. നമുക്ക് കേരളത്തിൽ ചെയ്താൽ എന്താ കുഴപ്പമില്ല? അവിടെ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ചെയ്തുകൂടെ? ചെയ്യുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ എവിടെ കൊണ്ട് ഇടുന്നത്, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ബാർസലോണയ്ക്ക് അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടോ അവരുടെ അടുത്ത്? അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബാർസലോണയുടെ അടുത്ത് വല്ല ടെക്നോളജി ഉണ്ടോ? ഈ ഇൻസിനറേറ്റർ വേസ്റ്റ് നോക്കാൻ വല്ല ടെക്നോളജി ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇതിന്റെ ട്രീറ്റ് ചെയ്തിട്ട് ഇതിന് പവർ പ്ലാന്റ് തുടങ്ങാൻ വല്ല? അവിടെ ബാർസലോണ വരെ പോകണ്ട. അപ്പൊ ഹൈദരാബാദിൽ വന്നിരുന്നു, തിരുവനന്തപുരത്തു നിന്നും കേരളത്തിൽ നിന്ന് മേയർമാരവിടെ വന്നിരുന്നു ഒരു 2-3 കൊല്ലം മുമ്പ്. എന്ത് പറ്റിയവർ വന്നിട്ട് എന്ത് പഠിച്ചു പോയി അവിടെ? ബെസ്റ്റ് പ്രാക്ടീസസ് ഏത് സിറ്റി ആവട്ടെ, ഡൽഹി ആവട്ടെ, മുംബൈ ആവട്ടെ, ഹൈദരാബാദ് ആവട്ടെ, ബാംഗ്ലൂർ ആവട്ടെ, എല്ലാവർക്കും അവരത് പ്രോബ്ലം ഉണ്ട്. പക്ഷെ അവർ കണ്ടുപിടിച്ച് അവർ പഠിച്ച സാധനങ്ങൾ നമുക്കവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് ബാർസലോന ആയാലും കുഴപ്പമില്ല, ഗാൽവെസ്റ്റൺ ആയാലും കുഴപ്പമില്ല, വേറെ സ്ഥലമായാലും കുഴപ്പമില്ല.
ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ കയറിയിട്ട് ഈ പറഞ്ഞ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, ഞാനവിടെ വന്ന് എന്ത് ചെയ്യാനാ, ഞാനോ തോട്ടെടുത്ത് ചാടണം, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ അതിനൊരു അൺഎൻഡിങ് ഡിബേറ്റ് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രോബ്ലം ധനുഷ്. അല്ല സാർ, എനിക്ക് ഇത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുള്ളി പറയുന്നതിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടോ എന്നാണ്. 15 വർഷമായി ശശി തരൂർ എന്ന് പറയുന്ന ആള് നമ്മുടെ കേരളത്തിൽ അല്ല തിരുവനന്തപുരത്തിന്റെ എം പി ആണ്. എന്താണ് പുള്ളി തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ എനിക്കൊരു കാര്യം അറിയില്ല പുള്ളി ചെയ്തത്. ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി ആമേഴഞ്ചാൻ തോട്ടിൽ ജോയി എന്ന് പറയുന്ന വ്യക്തി ഒലിച്ചു പോയപ്പോഴും പുള്ളിയുടെ ഇവിടെയുള്ള പല സംസാരങ്ങളും, പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യം ക്രിക്കറ്റിനെ കുറിച്ചാണ്, പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യം വേറെ പല കാര്യങ്ങളെ കുറിച്ചാണ് പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യം. സത്യപ്രതിജ്ഞയ്ക്ക് പോയിട്ടില്ല. സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ സംഭവം പുള്ളി പോയിട്ടില്ല. ഒരു എം പി പരിപാവനമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പോയിട്ടില്ല. പുള്ളിയെ ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 15 കൊല്ലമായി, ഇനി ഈ ടേമും കൂടെ കഴിയുമ്പോൾ 20 കൊല്ലമാവും. ഇനി പുള്ളിക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യമില്ല. തീരദേശ നിവാസികളുടെ പ്രശ്നം ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. തീരദേശ നിവാസികളാണ് ഈ ശശി തരൂരിന് ഇവിടെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത്. അവരുടെ കലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് സാറേ ഒരു പുലിമുട്ട് നിർമ്മിച്ചു തരാമോ. പുലിമുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കടലാക്രമണം തടയാനുള്ള അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. 15 കൊല്ലമായിട്ട് അതിന് യാതൊരുവിധ തീരുമാനവും ഉണ്ടായിട്ടില്ല. ഈ പുള്ളി എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പൊ സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നത് ബാഴ്സലോണ വിദഗ്ധ സംഘം, ടാഗോർ ഹാള്, ബാഴ്സലോണ മേയർ, പിന്നെ പുള്ളി പറയുന്നത് ബാഴ്സലോണ ഞാൻ സന്ദർശിച്ചപ്പോൾ ജോർജ് ഹാരിവിനെ കണ്ടു, സുവേജ് പ്രശ്നങ്ങളൊക്കെ അവിടുത്തെ അതിഗംഭീരമാണ്. പുള്ളി ഇങ്ങനെ വാചാടോപം നടത്തി നമ്മുടെ തിരുവനന്തപുരം നിവാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട്. ഒരു വിഷയം വരുമ്പോൾ പുള്ളി വീണ്ടും ആ വാചാടോപത്തിന്റെ തന്റെ വൈദഗ്ധ്യം എടുത്ത് പുറത്തിട്ടിട്ട് പുള്ളിക്കാരൻ വീണ്ടും പറയും, സാർ ആമേഴഞ്ചൻ തൊട്ടിൽ ഒരാൾ ഇങ്ങനെ മർദ്ദത്തിന് വേണ്ടി മല്ലടിക്കുകയാണ്. അപ്പോഴും പുള്ളി പറയും ബാഴ്സലോണ, സുവേജ് സിസ്റ്റം, മാലിന്യ സംസ്കരണം. സാറ് പറയുന്നത് പോലെ നമുക്കൊന്നും മനസ്സിലാവാത്ത കുറെ ഇംഗ്ലീഷുമായിട്ട് പുള്ളി രംഗത്തെത്തും. ഇത് പ്രോബ്ലം എന്താ പറയുക, ഈ എം പി എന്ന് പറഞ്ഞപ്പോൾ പാവം സുരേഷ് ഗോപി 2 മാസമായിട്ട് വന്നിട്ട് എം പി ആയിട്ട്. അപ്പോഴേക്കും യൂണിയൻ ബഡ്ജറ്റിൽ കേരളത്തൊന്നും കിട്ടിയില്ല. ഒരു തൃശ്ശൂർ മെട്രോ വരുമോ, ഒരു മെട്രോ വരാൻ സമയമെടുക്കും. ഫസ്റ്റ് അതിനൊരു DPR ഉണ്ടാക്കണം, ഡീറ്റെയിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം, അതിന്റെ ഫൈനാൻസിങ് കണ്ടുപിടിക്കണം, അത് വയബിൾ ആണോ എന്ന്. ശരിക്കും അത് നടത്തി കഴിഞ്ഞാൽ ഒരു വെള്ളാനയെ മാറും, വേറൊരു വെള്ളാനയെ മാറും, നമുക്കറിയാം. അത് നോക്കണം. അങ്ങനെ കുറെ പരിപാടിയുണ്ട്. പാവം സുരേഷ് ഗോപി കേരളത്തിൽ ഒന്നും കൊള്ളുന്നില്ല. സുരേഷ് ഗോപി MP ആയിട്ട് അമ്പിളി അമ്മാവനെ പിടിക്കണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇപ്പോ റിയൽ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് ചർച്ചിലെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേ ശശി തരൂരിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു, അവരുടെ ഗവൺമെന്റിലുള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല MP ആയിട്ട്, ആരെങ്കിലും ചോദിച്ചു അവർ തിരുവനന്തപുരത്ത് എന്താ മെട്രോ ഇല്ലാത്തത് ആരെങ്കിലും ചോദിച്ചു ശശി തരൂരിന്റെ അടുത്ത്? വേണ്ട, മെട്രോ വേണ്ട, നിങ്ങൾ ബാക്കിയുള്ള തമ്പാനൂർ വെള്ളം കയറാണ്ട് നോക്കാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ പറഞ്ഞ അങ്ങനത്തെ ഒരു പരിപാടി നോക്ക്, അതൊരു ലോങ് ടേം സൊല്യൂഷൻ ആണ്. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾ കിടന്ന് ചെറിയ ചെറിയ കളി കളിച്ചിട്ട് ഞാൻ ബാർസലോണയിൽ പോയി, ഞാൻ മേയറുടെ കൂടെ ചായ കുടിച്ചു, അത് കഴിഞ്ഞ് വൈൻ കുടിച്ചു, അത് കഴിഞ്ഞ് അടുത്ത ഫുട്ബോൾ ടീമായിട്ട് കണ്ടു. എന്താണ് അതിന്റെ ഫൈനൽ സൊല്യൂഷൻ? എന്താണ്? നിങ്ങൾ ശരി, നിങ്ങളൊരു ഇത് കൊണ്ടു, മേയർ ചെയ്തില്ല, നിങ്ങൾ എന്താ ചെയ്തത്? മേയർ മാത്രം ചെയ്യണം. ശരിയാണ്, അവരുടെ കളി കളിക്കും, പൊളിറ്റിക്സ് അവരുടെ കയ്യിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നിങ്ങളായിട്ട് എന്ത് ചെയ്യും? ഞാൻ ഒരു ധനുഷ് കാര്യം പറയാം, കണ്ടോളൂ. ഇത് നടക്കാൻ പോകണം. നമ്മൾ 6 മാസം കഴിഞ്ഞാൽ ഈ പോയിന്റ് ഡിബേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇപ്പൊ സുരേഷ് ഗോപി അവിടെ ഓരോ മാറ്റങ്ങൾ തൃശ്ശൂർ കൊണ്ടുവരുമ്പോൾ ഇനി വരാൻ പോണ കരച്ചിൽ എന്താന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി തൃശ്ശൂർ മാത്രമായിട്ട് ചെയ്യണു, ഞങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ തൃശ്ശൂരേറെ ചോദിക്കണേ, അവിടുത്തെ ചർച്ചുകാരൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒന്നും ചെയ്തിട്ടില്ല. ആള് വന്ന് 1.5 മാസമായിട്ടുള്ളൂ അപ്പോഴേക്ക്. പക്ഷെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്താ ഒരു ഓൾറെഡി ബഡ്ജറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു വരും. പക്ഷെ ഇവർ ഈ പറഞ്ഞ മാതിരി ഇതൊന്നും പേപ്പർ വായിക്കില്ല. ഈ ഇവിടുത്തെ കുറെ പേപ്പർ വായിച്ചിട്ട് അതെന്തെടുത്ത ഡിബേറ്റ് ഇവിടുത്തെ കുറച്ച് ചാനലുകൾ പറഞ്ഞ് ഇതൊക്കെ എടുത്ത് ചെയ്യും. ശശി തരൂരിന് ഈ പറഞ്ഞ മാതിരി ഒരു ആബ്സെന്റി MP ആണ്. ഒരു പോസ്റ്റർ അടിച്ച് അവിടെ എവിടെയെങ്കിലും ഒട്ടിക്കണം, ആളെ കാണാനില്ല എന്നാണ്. അതാണ് മെയിൻ ആയിട്ട് പ്രോബ്ലം. ശശി തരൂരിന്റെ കാണാൻ, ശശി തരൂർ അപ്പപ്പോൾ വരും, ഒരു ബുക്ക് റിലീസ് ചെയ്യും. ഇവിടെ ഹൈദരാബാദിലും കാണും അങ്ങനെ അപ്പം നന്നായിട്ട് വർത്താനം പറയും. എവിടെ കുറെ ഫ്ലോ ലേഡീസ് ക്ലബ്ബിൽ വന്ന് അവിടെ മീറ്റിംഗ് ഒക്കെ അഡ്രസ് ചെയ്ത് പോയ ആളൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് അങ്ങേര് ഇറങ്ങി ഈ വന്ന് പറഞ്ഞ മാതിരി വർത്താനം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല, മലയാളം പറഞ്ഞാലും മനസ്സിലാവില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ഒരാള് ശരി, ഞാൻ 15 കൊല്ലമായിട്ട് MP ആയിട്ട് പെർഫോം ചെയ്ത് റിപ്പോർട്ട് തരാം, വേറെ ഒന്നും വേണം, ഒരു വൈറ്റ് പേപ്പർ റിലീസ് ചെയ്യാം. അപ്പോൾ പറയും ഞാൻ എൻ്റെ MP ലാഡ് ഫണ്ടിൽ നിന്ന് 2 ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ 4 സ്കൂള് കൊണ്ടുവന്നു. അത് ഏത് പോലീസുകാരും ചെയ്യുമല്ലോ, അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയേണ്ടത്, നിങ്ങളുടെ ഒരു പ്രോജക്റ്റ്, ഒരു 500 കോടിയുടെ പ്രോജക്റ്റ്, നിങ്ങളുടെ ഓൺ ഇനീഷ്യേറ്റീവ്, നിങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ ഉണ്ടായിരുന്ന ആളല്ല, വേൾഡ് ബാങ്കിനെ പോയി കണ്ട് ഒരു പ്രോജക്റ്റ് വാങ്ങിച്ചു നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കുക. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? ഒന്ന് മാലിന്യം, നമ്മൾ കണ്ടതാണ്. ആ റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ കൂടെ പോണ പരിപാടി എനിക്ക് 100 കൊല്ലം പഴക്കണ്ടാവും ആ ഡ്രെയിന്.
അതിനെന്തെങ്കിലും പരിഹാരം പറ്റി, അതിനൊരു പാരലൽ പൈപ്പ് ഇട്ടിട്ട് അതോട് തന്നെ ഡ്രെയിനേജിന് വേറെ സൈഡിലേക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്തു അതുവരെ നെക്സ്റ്റ് ഗാർബേജ് നിങ്ങളൊരു ഇംപ്ലിമെന്റ് ചെയ്യപ്പോ, നല്ലൊരു ഗാർബേജ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കേരളത്തിലെ ബാക്കിയുള്ള സിറ്റി വന്ന് നിങ്ങളെ കോഴിക്കോടായാലും തൃശ്ശൂരായാലും എറണാകുളം നിങ്ങളുടെ അടുത്ത് വരും, സരൂർ സാർ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് പറഞ്ഞു തരുമെന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഞാൻ ചെയ്യാൻ നോക്കി, മറ്റവൻ ചെയ്യാൻ സമ്മതിച്ചില്ല, ശരി പോട്ടെ, അവൻ ചെയ്യാൻ സമ്മതിച്ചത് നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി 2012 തൊട്ടുള്ള ന്യൂസ് സ്റ്റോറീസ് ആണ്. നമ്മൾ 2024 നിങ്ങൾ 12 കൊല്ലം എന്ത് ചെയ്തു? നിങ്ങൾ ഇതേ ബാർസലോനെ പറ്റി പറഞ്ഞിരുന്നു, വേറെ ഒരൊറ്റ പരിപാടി ഇല്ലേ? ബാർസലോണ അല്ലാണ്ട് ലോകത്ത് വേറെ ഒരൊറ്റ സിറ്റി ക്ലീൻ പോർട്ട് സിറ്റിയാണ്. എത്ര പോർട്ട് സിറ്റി ഉണ്ട്? അത് മാത്രമേ ഉള്ളൂ ഒരു പോർട്ട് സിറ്റി ആയിട്ടുള്ളത്. നിങ്ങൾ US പോപ്പം, നിങ്ങൾ ഇംഗ്ലണ്ട്, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരു ട്വിന്നിങ് അഗ്രിമെന്റും ചെയ്യണം. നിങ്ങൾ അവിടുത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഞാൻ പറ്റേ ഹൈദരാബാദിൽ റാംകി ഗ്രൂപ്പ് എന്നിട്ട് ഗ്രൂപ്പാണ് ഇവിടെ കംപ്ലീറ്റ് ഗാർബേജ് ഹാൻഡിൽ ചെയ്യുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കും. 110 ടൺ ഇതാ പിടിച്ചോ ഇന്നത്തെ കളക്ഷൻ. നാളത്തെ ടാർഗറ്റ് 115 ആലോചിച്ച് നോക്കും. ടാർഗറ്റ് ഉണ്ട് ഇവർക്ക്. അവരുടെ അടുത്ത് ഇവർ തെരഞ്ഞു നടക്കുകയാണ് എവിടെ നമുക്ക് കിട്ടാൻ പോണ നെക്സ്റ്റ്. ഈ പറഞ്ഞ മാതിരി ഏത് കുപ്പത്തൊട്ടിയിലാണ് കിടക്കണമെന്ന് പോയി തെരയും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടാർഗറ്റ് ഡ്രിവൻ അപ്രോച്ച് വെച്ച് ഒരു MP ആകുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ഒരാൾ, അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് ഓരോ TV-യുടെ മുമ്പിൽ കയറി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക് രക്ഷപ്പെടാൻ നോക്കരുത്. സുരേഷ് ഗോപിയെ 1.5 മാസം ഉള്ള ഒരു MP സുരേഷ് ഗോപി ഇങ്ങനെ എല്ലാവരും കയറി വാരിക്കഴിഞ്ഞ് ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാണ് ശശി തരൂരിന്റെ മാത്രം 15 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും പറയാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാണ്. ധനുഷ് അത് ധനുഷനെ പറയണത് അത് പൊളിറ്റിക്സ് 100% പൊളിറ്റിക്സ് ആണ്. സുരേഷ് ഗോപി ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആക്രമിക്കുകയാണ്. അല്ല, ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ. അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പെട്രോളിയം മന്ത്രിയായി കയറിയപ്പോ തന്നെ ഞാൻ പലർത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി പെട്രോളിന് വില കൂടിയാൽ പോലും സുരേഷ് ഗോപിയുടെ തലയിലായിരിക്കും. സീരിയസ്ലി 100% പെട്രോളിന് വില കൂടിയാൽ പോലും സുരേഷ് ഗോപിയുടെ തലയിലായിരിക്കും. ഇനി കേന്ദ്രം എന്ത് ചെയ്താലും സുരേഷ്, ഇന്നലെ തന്നെ ബഡ്ജറ്റിൽ കേരളത്തിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സുരേഷ് ഗോപി ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതേസമയം ശശി തരൂർ 15 കൊല്ലമായിട്ട് തിന്നും കുടിച്ചും പല പല ആൾക്കാരുടെ കൂടെ ടൂർ അടിച്ചും വിദേശത്ത് പോയും ജനങ്ങളെ ശ്രദ്ധിക്കാതെയും ഇവിടെ തീരദേശത്തൊക്കെ ജനങ്ങളാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ആ സുനാമി കാലത്തുള്ള ആൾക്കാരുടെ പുനരധിവാസം പോലും ഈ കാലത്ത് ഇപ്പോ കൃത്യമായിട്ട് നടപ്പാക്കാത്തത് കൊണ്ട് ആ ആൾക്കാർ പോലും അവിടെ ദുരന്ത നിവാരണ ഭൂമിയിൽ ഇവിടെ കിടക്കുകയാണ്. ഐ മീൻ അവിടെ സ്കൂളുകളിൽ ടെന്റ് അടിച്ചിപ്പോഴും കിടക്കുകയാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പോരാത്തതിന് ഓക്കി ചുഴലിക്കാറ്റിൽപ്പെട്ട ആൾക്കാർ അവർക്ക് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് അവർ എത്രയോ കാലം കിടന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒന്നും ശശി തരൂരിനെ ഒന്നും അവിടെ തിരിച്ച് നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ ഒരു പ്രധാന കൺസേൺ എന്ന് പറഞ്ഞാൽ ഇനി ഒരു 5 വർഷം കൂടെ ശശി തരൂർ എന്ന് പറയുന്ന ഈ ഒരു വിഴുപ്പിനെ നമ്മൾ ചുമക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. ശശി തരൂർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനി 5 വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരില്ല, ഞാൻ പോവുകയാണ്, ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന്. ചിലപ്പോൾ അതിന്റെ ഒരു ധാർഷ്ട്യമായിരിക്കും, ഇനി 5 കൊല്ലം അടിച്ചു പൊളിച്ച് സുഖിക്കാമെന്നുള്ളൊരു വിഷയമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും. ഇപ്പൊ നമ്മളിതാ നോക്കേണ്ടത് ധനുഷ്, ഏത് MP ആയാലും അവരെന്താ ചെയ്തെന്നുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് 5 കൊല്ലമായിട്ട് 5 കൊല്ലം തരണം. അത് ഡിമാൻഡ് ചെയ്യണം. തിരുവനന്തപുരത്ത് ജനങ്ങള് ശശി തരൂർ ആയാലും അവിടുത്തെ മേയർ ആയാലും ആര്യ രാജേന്ദ്രൻ ആയാലും ആരായാലും അവരുടെ അടുത്ത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊല്ലം നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കും. അവര് മാർക്ക് അവർക്ക് എത്ര കിട്ടി നമ്മൾ അച്ഛന്മാരെ കൊണ്ട് അമ്മമാരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. ഇവരെന്താ ചെയ്യിപ്പിക്കാത്ത? ഇവരെന്താ ചെയ്തതെന്ന് നമുക്കറിയണം. ശശി തരൂർ ബാർസലോണയിൽ പോയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പൊ പാരീസിൽ ഒളിമ്പിക്സിലുണ്ട്, ഇനി ചിലപ്പോൾ അവിടെയും കാണും. ചിലപ്പോൾ പാരീസിൽ പോയി ഞാൻ അവിടെ ട്രെയിനിങ് അഗ്രിമെന്റ് നടത്താൻ അറിയാം. നമുക്ക് അവിടെ ഒളിമ്പിക്സ് നടത്തി, നമ്മൾ ഒളിമ്പിക്സ് നടത്തണം. അവര് ബാർസലോണ ഫുട്ബോൾ ക്ലബ് ഉണ്ട്, നമുക്ക് തിരുവനന്തപുരം ഫുട്ബോൾ ക്ലബ് ഉണ്ടാക്കണം. ഇതല്ല അതിന്റെ മെയിൻ പ്രോബ്ലം. സിവിക് ഇഷ്യൂസ് ആണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഡെയിലി നടക്കുന്ന പ്രോബ്ലമാണ്. അത് ചാലയിൽ വെള്ളം കയറിയാലോ അല്ലെങ്കിൽ തമ്പാനൂരിൽ വെള്ളം കയറിയാലോ വേറെ അവിടെ വെള്ളം കയറിയാലോ എന്താണ് അതിന്റെ പരിഹാരം? എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയല്ല വേണ്ടത്. അവിടെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കില്ല. ഈ വെള്ളം എങ്ങടാ വിടുന്നത്? കടലിലേക്ക് വിടണം. കടലിലേക്ക് വിടുമ്പോൾ ഹൈ ടൈഡ് ആകുമ്പോൾ എന്ത് പറ്റും? വെള്ളം തിരിച്ചു വരും. ഇത് ബോംബെയിൽ ഇതേ ഇഷ്യൂ ഉണ്ട്. കടലിലേക്ക് വെള്ളം വിടുമ്പോൾ ഹൈ ടൈഡ് ആകുമ്പോൾ വെള്ളം തിരിച്ച് സിറ്റിയിലേക്ക് വരും. നമ്മളതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, വേറെ വഴിയില്ല. പക്ഷെ അതല്ലാണ്ട് ഞാൻ ബാർസലോണയിൽ 12 കൊല്ലം പോയിരുന്നു, ഞാൻ അവിടെ പോയി ഇത് ചെയ്തു, ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്തു, എന്നിട്ട് എന്തുണ്ടായി? ശരി, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തില്ല, പോട്ടെ, നിങ്ങൾ എന്താ ചെയ്തേ പറയും. അതാണ് നമുക്ക് അറിയേണ്ടത്. അത് വേറെ ഒന്നുമില്ല ധനുഷ്. ഇതൊരു അൺഎൻഡിങ് ഡിബേറ്റ് ആണ്. ശശി തരൂരിന് നന്നായിട്ട് അറിയാം രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതാണ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയെങ്കിലും പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്ത്, അതാ പറയില്ല, ഇംഗ്ലീഷിൽ പറയും ഇഫ് യു കാൺ കൺവിൻസ് കൺഫ്യൂസ് എന്ന് പറയും. ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കൺഫ്യൂസ് ചെയ്ത് വിടുക. അപ്പോൾ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാക്കും. അതാണ് ശശി തരൂരിന്റെ മെയിൻ സ്ട്രാറ്റജി. എന്തായാലും തരൂരിനെ ഇനി 5 കൊല്ലം കൂടെ നമ്മൾ സഹിച്ചേ മതിയാവുകയുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞ് മാത്രമേ നമുക്കൊരു
പുതിയൊരു MP ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കാണുന്നുള്ളൂ. അതുവരെ തരൂരിന് എന്തായാലും ജിങ്കാലാലയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇനി 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഞാനിവിടെ MP ആയിട്ട് തിരിച്ച് മത്സരിക്കാൻ പറ്റില്ല എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. തരൂര് അതുകൊണ്ട് ഈ 5 കൊല്ലം കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്ങനെയാണോ നടന്നു പോയത് അത്തരത്തിൽ യൂഷ്വൽ ആയിട്ടുള്ള ഹൈമാസ്ക് ലൈറ്റുകളും കാര്യങ്ങളും മാത്രമൊക്കെ ആയിരിക്കും തരൂരിന്റെ ഇനിയുള്ള പ്രവർത്തനവും. വേറൊരു ട്രോള് സൈഡിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നിവാസികൾക്ക് അങ്ങനെ തന്നെ വേണം എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15 കൊല്ലമായിട്ട് ജയിപ്പിച്ച് വിട്ടിട്ട് ഒന്നും നടത്താത്ത ഒരാളെ വീണ്ടും ജയിപ്പിച്ച് വിട്ട തിരുവനന്തപുരം നിവാസികൾ. ഞാനും ഒരു തിരുവനന്തപുരം നിവാസിയാണ്, അത് എനിക്കിവിടെ അപമാനകരമാണ്. ഇല്ല, ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ധനുഷെ, അത് പറയേണ്ടത് തന്നെയാണ്. യു ഗെറ്റ് ദ ഗവൺമെന്റ് യു ഡിസേർവ് എന്ന് പറയും. നിങ്ങൾക്ക് കിട്ടേണ്ട സർക്കാരിന്റെ നിങ്ങൾക്ക് കിട്ടും, അതാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. അതെ, എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നഗരസഭയും നമ്മുടെ MP ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പ്രേക്ഷകരോടും പൊതുജനങ്ങളോടും തിരുവനന്തപുരം നിവാസികളോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. സർക്കാരും വരില്ല, MP വരില്ല, മേയറും വരില്ല, ആരും വരില്ല. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.